കേരളത്തിലെ ആരോഗ്യ രംഗത്തുള്ള അഴിമതിയും അതുപോലെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സത്യത്തിൽ ജില്ലാതലത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ KPCCയുടെ ആഹ്വാനപ്രകാരമുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ശേഷമുള്ള രണ്ടാം ഘട്ട സമരമായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ സമരം നടത്തിയിട്ടുള്ളത്. ഇത് തുടർ സമരമായിരിക്കും. കാരണം സാധാരണ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സാധാരണ ജനങ്ങളുടെ ജീവൻ എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും കൊടുക്കാനില്ലാത്ത സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥ, ഇത് അനുഭവിക്കാത്ത ഒരു കുടുംബവും ഇന്ന് കേരളത്തിലില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഓപ്പറേഷനുകൾ നടക്കുന്നില്ല. ഓപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഓപ്പറേഷനുകൾക്ക് പോലും 3-4 മാസമാണ് അതിനുവേണ്ടി അവധി കൊടുക്കുന്നത്. ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉപകരണങ്ങൾ ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ഇവിടെ എക്സ്റേ എടുക്കാൻ ഉദാഹരണത്തിന് വന്നാൽ എക്സ്റേ എടുക്കാനായി ചെന്നാൽ ഒന്നുകിൽ ടെക്നീഷ്യൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ കേടാണെന്ന് പറയും, രണ്ടുമുണ്ടെങ്കിൽ പറയും എക്സ്റേ ഫിലിമില്ല എന്ന് പറയും. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന അടുത്ത കാലത്തെ അവസ്ഥകൾ നമുക്കറിയാം. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം അടക്കം എന്നിട്ട് പറയുന്നത് എന്താ, കേരളം ഒന്നാമതാണ് എന്നാണ് പറഞ്ഞത്. കേരളം ഒന്നാമതായിരുന്നു, പക്ഷേ ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഇത്രയും മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം മന്ത്രി വീണ ജോർജിനും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമാണ്. മുഖ്യമന്ത്രിക്ക് മനസ്സാക്ഷിയുണ്ടോ? മുഖ്യമന്ത്രി ഹിന്ദു എന്ന വീട്ടമ്മ കോഴിക്കോട് മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുമ്പോഴും അവരുടെ കുടുംബാംഗങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരോടൊരു വാക്ക് പറയാനോ തയ്യാറാകാതെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ച് മടങ്ങുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഇവർക്കിതൊരു പ്രശ്നമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ കത്തി പുക ശ്വാസം കിട്ടാതെ ഒരേ സമയത്ത് 4 പേർ മരിച്ചു. എവിടെ റിപ്പോർട്ട്? എല്ലാത്തിനും റിപ്പോർട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ടുകൾ വരുന്നില്ല. അവിടെ 4 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഒരേ സമയത്ത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ആലോചിക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബയോപ്സിക്ക് വേണ്ടി ശരീരഭാഗങ്ങൾ എടുത്തത് അത് ആക്രി കച്ചവടക്കാരൻ്റെ കയ്യിൽ കിട്ടി. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ റഫറൽ ആശുപത്രികളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളടക്കം വല്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുത്താണ് ചികിത്സ. ധർമാശുപത്രികളെന്ന് നമ്മൾ പറയുകയും മറുവശത്ത് പണം കൊടുക്കുകയും ഭിക്ഷപാത്രത്തിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് സിറിഞ്ച് വാങ്ങിക്കേണ്ട ഗതികേട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കിയതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇടതുമുന്നണി ഗവൺമെന്റിനാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട്. മാഡം, ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ചേർത്തലക്കാരനെന്ന നിലയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചോര കണ്ടു കഴിഞ്ഞാൽ ഇവർ റെഫർ ചെയ്യും. അതിനൊരു വലിയൊരു പ്രശ്നമാണ്. ഇവർ മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എല്ലാ എക്യുപ്മെൻറ്റും ഉണ്ട്. ഈ ആശുപത്രിയിൽ എല്ലാ എക്യുപ്മെൻറ്റും ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയൊക്കെ റെഫർ ചെയ്യുക എന്നുള്ളതിനപ്പുറമായിട്ട് യാതൊരു ജോലിയും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു ട്രോമാ കെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരിക. ഈ തുറവൂർ അരൂർ മേഖലയിൽ 53 ഈ ഉയരപ്പാതയുമായി ബന്ധപ്പെട്ട് 53 മരണങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോഴും റെഫറൽ ചെയ്ത് ഒന്നുകിൽ എറണാകുളത്തേക്ക് വിടുക, അതല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് വിടുക. ആലപ്പുഴ ചെല്ലുമ്പോൾ അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കോട്ടയത്തേക്ക് വിടുക. അങ്ങനെ ജനങ്ങളുടെ ജീവൻ സത്യത്തിൽ തട്ടിക്കളിക്കുകയാണ്. ഇതൊക്കെ നേരെ ചൊവ്വയാകണമെങ്കിൽ ഒരു സംശയം വേണ്ട, UDFിൻ്റെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുൻഗണന കൊടുക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്തിന് തന്നെയായിരുന്നു. രാഷ്ട്രീയ താല്പര്യത്തിൽ ഉൾപ്പെടെ, രാഷ്ട്രീയ താല്പര്യം ഉപരി ഒരു കാര്യം പറയും. UDF LDF വിട്. നമ്മുടെ ഈ ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാണ്, ഷാനിമോൾ ഉസ്മാനെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ഗവൺമെൻറ് വന്നാലും ഇവിടുന്ന് റെഫർ ചെയ്യുന്ന ഒരു പരിപാടി ഒന്ന് നിർത്താൻ പറ്റും. അല്ലല്ല, UDF LDF എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾ പറഞ്ഞതിന് ഞാനത് ഖണ്ഡിക്കുകയാണ്. UDFിന് കൃത്യമായ നയമുണ്ടാകും. ആരോഗ്യ നയം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം UDFിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. UDFിന് കൃത്യമായിട്ടുള്ള ആരോഗ്യ നയമുണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഉപകരണങ്ങൾ തുരുമ്പ് പിടിച്ചു പോകുന്നതിന് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ജനങ്ങളുടെ പണമാണ് എന്ന് കണ്ടുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ റെഫർ ചെയ്ത് മറ്റാശുപത്രിയിലേക്ക് വിടുന്നത് കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നയമായിരിക്കും ഇവിടെ ആരോഗ്യ രംഗത്ത് പ്രതിഫലിക്കാൻ പോകുന്നത്. മാഡം ഒരു മുൻകൈ എടുക്കുക ഇതിനു വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ മുൻകൈ എടുക്കല്ലേ. ഞങ്ങൾ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടി മുൻകൈ എടുക്കുന്നത് കൊണ്ടല്ലേ ഈ നടക്കുന്ന സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കഴിഞ്ഞ ദിവസത്തെ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്
ഞങ്ങളുടെ പാർട്ടിയുടെ അംഗങ്ങൾ മാത്രമല്ല വരുന്നത്, പൊതുജനങ്ങൾ പങ്കെടുക്കുകയാണ്. പൊതുജനങ്ങൾക്കുള്ള ആകാംക്ഷയാണ്, പൊതുജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ നടപ്പിലാക്കും. രാത്രി ഹൗസ് സർജൻസിയിൽ അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. എല്ലാ ആശുപത്രിയിലും ഡോക്ടർമാരെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല. സ്റ്റാഫ് പാറ്റേണെ സംബന്ധിച്ച് ഒരു മിണ്ടുന്നില്ല. പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും മികച്ച ഡോക്ടർമാർ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നില്ല. അതൊക്കെ ഒരു സംവിധാനത്തിന്റെ കുഴപ്പമാണ്. വീണ ജോർജ് തന്നെ പറഞ്ഞല്ലോ, സിസ്റ്റമാണ് തകരാറിലായിരിക്കും. അപ്പൊ ഈ സിസ്റ്റം പാടെ നന്നാക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഈ സിസ്റ്റത്തിന് വേണ്ടി ഒന്ന് ചെയ്യണം.